ഞങ്ങൾ എല്ലാവരും കൂടെ ഈ വട്ടം കൂടി ഇരിക്കുന്നത് ഒരു ക്രിസ്മസ് ഗെയിം കളിക്കാനാണ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ക്രിസ്മസ് ഗെയിം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചറിവായ കാലം മുതലേ ഞങ്ങൾ വീട്ടിൽ എല്ലാ കൊല്ലവും മുടങ്ങാതെ അനുഷ്ഠിച്ചു പോകുന്നൊരു കാര്യം നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കൽ. കുട്ടിക്കാലം മുതലേ കൂട്ടാനായി കിട്ടുന്ന പൈസയെല്ലാം ചേർത്ത് വെച്ച് ക്രിസ്മസ് ആകുമ്പോഴേക്കും കിട്ടിയ ഫ്രണ്ടിന് ക്രിസ്മസ് സമ്മാനം വാങ്ങിച്ചു കൊടുക്കും. എല്ലാ കൊല്ലവും വീട്ടിൽ ചെയ്യാറുള്ള പതിവാണത്. ഞങ്ങൾ 4 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് കെട്ടിയവനും കൂടി വന്നു. സോ ഞങ്ങളിപ്പോൾ 5 പേരും കൂടി ഞങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാനുള്ള പരിപാടിയിലാണ്. ഈ സംഭവം നടക്കുന്നത് ആക്ച്വലി ഡിസംബർ 1st വീക്കിലാണ്. കുറേ വട്ടം ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നറുക്കിട്ടപ്പോൾ അവരവരുടെ പേര് തന്നെ കിട്ടി. അവസാനം ആഞ്ചലീനെ കൊണ്ടിടിപ്പിച്ചപ്പോൾ എനിക്ക് കെട്ടിയവനെ തന്നെ കിട്ടി. അങ്ങനെ ഫ്രണ്ടിനെയും കിട്ടി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതൊന്നും ഞാൻ എടുത്തില്ല. ഗിഫ്റ്റ് ബാഗിലാക്കിയിട്ട് ക്രിസ്മസിൻ്റെ അന്ന്, അതായത് ഡിസംബർ 25 രാവിലെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോവുകയാണ്. ഇതുവരെ ഒളിച്ചു വെച്ച കാര്യം ഇന്ന് റിവീലാവും. ഇത്ര ദിവസം ഹൈഡ് ചെയ്ത് വെച്ച കാര്യം ഇന്നാണ് റിവീലാവുന്നത്. ആക്ച്വലി ഇത് വളരെ ത്രില്ലിംഗ് ഉള്ള കാര്യമാണ്. കാരണം നമ്മൾ ദിവസം കാണുന്ന ആൾക്കാർ തമ്മിൽ പരസ്പരം ചെറിയൊരു ഒളിയും മറയൊക്കെ വരും ഈ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം വരുമ്പോൾ. ഗിഫ്റ്റ് വാങ്ങി വെക്കുന്നതും അത് ഹൈഡ് ചെയ്ത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നതും എല്ലാം വളരെ സീക്രട്ടാണ്. അങ്ങനെ നേരെ വീട്ടിൽ ചെന്ന് എല്ലാവർക്കും ക്രിസ്മസ് വിഷ് ചെയ്തു. ഉറങ്ങുമായിരുന്ന അനിയനെയും കുത്തിപ്പൊക്കി. അമ്മ അടുക്കളയിൽ തിരക്കിട്ട പാചകമായിരുന്നു. ഇനി ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാം. ഞങ്ങളെല്ലാവരും അതിന് റെഡി ആയിരുന്നപ്പോഴേക്കും അമ്മ ആഞ്ചലിനക്ക് ചെറിയൊരു ക്രിസ്മസ് സമ്മാനം കൊടുത്തു. ആഞ്ചി ഹാപ്പി. പറയൂ. എനിക്ക് അന്ന് 3 പ്രാവശ്യം തെറ്റി പേപ്പർ കിട്ടും, 3 പ്രാവശ്യം പെൻഷൻ തന്നെ കിട്ടിയത്. അത് ശരി, അത് ശരി, അപ്പൊ കെട്ടിയാളോ ഒരാളാ. ക്രിസ്മസ് ആക്ച്വലി പരസ്പരം ഗിഫ്റ്റ് കൊടുത്തപ്പോഴാണ് ആർക്കൊക്കെ ആരെയൊക്കെയാണ് കിട്ടിയെന്ന് മനസ്സിലായത്. ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. കാരണം ഇത്ര ദിവസം ഹൈഡ് ചെയ്ത് വെച്ച കാര്യം ഇന്നാണല്ലോ റിവീലായത്. അങ്ങനെ എല്ലാവരും അവരവർക്ക് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം തുറന്നു നോക്കി സന്തോഷിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കെട്ടിയവന് ഒരു ഷൂസാണ് ഗിഫ്റ്റ് ചെയ്തത്. അങ്ങനെ ആ പരിപാടിയോടെ ഭംഗിയായി കഴിഞ്ഞു. ഇനി അടുത്ത മെയിൻ പരിപാടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആഞ്ചലീനെ കൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ കേക്ക് മുറിപ്പിച്ച് നമ്മളുടെ ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. എല്ലാവരും കേക്ക് മുറിച്ചു, പരസ്പരം പങ്കുവെച്ചു. ആക്ച്വലി ഒരു 3 വർഷത്തിന് ശേഷമാണ് ബിനോയ് നാട്ടിൽ വന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് വൈനും കുടിച്ച് സന്തോഷത്തോടെ അവിടെ നിന്ന് പിരിഞ്ഞു. അങ്ങനെ ഇക്കൊല്ലത്തെ ക്രിസ്മസും കഴിഞ്ഞു.